ആ ചോദ്യം നിങ്ങൾക്ക് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. 6, 7, 10, 9 ഡാഷ് 12, 16 ഡാഷ്. ചോദ്യം വായിച്ച 9 വർഷം. 6, 7, 7, 10, 9 ഡാഷ് 12, 16 ഡാഷ്. രണ്ട് സംഖ്യകളെ നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് വരും. അതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പറയാമോ? സാർ ഒരു മിനിറ്റ്. ഓപ്ഷൻ എ 12, 16. 12, 16. ഓപ്ഷൻ ബി 12, 15. 12, 15. പിന്നെ ഓപ്ഷൻ സി 13, 15. 13, 15. 15. ഓപ്ഷൻ ഡി 13, 16. 13, 16. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഓപ്ഷൻ എ 12, 16. ഓപ്ഷൻ ബി 12, 15. ഓപ്ഷൻ സി 13, 15. ഓപ്ഷൻ ഡി 13, 16. ഇതിലേതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക? സെലക്ട് ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്തായിരിക്കും? സമയക്കുറവുകൊണ്ട് നമുക്കൊന്ന് സ്പീഡ് പോകേണ്ടതുണ്ട്. നിങ്ങൾ ഓപ്ഷൻ ഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഓപ്ഷൻസ് ആണ് വരുന്നത്? മുഹമ്മദ് റഷാദ് ടൈപ്പ് ചെയ്തിട്ടോ? ഓപ്ഷൻ ഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ശരി. 13, 16 ആണ് ശരി. എങ്ങനെയാ ഇത് കിട്ടുന്നത് നമുക്ക് നോക്കാം. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? ഇത് കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് കാണിക്കണോ? ഉണ്ടാക്കുന്നത് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. എക്സ്പ്ലെയിൻ ചെയ്യണം. ശരി, ഒന്നുമില്ല. 6 ഒന്നിടവിട്ടിട്ട്, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് 7ലേക്ക് പോയി. 7 പിന്നെ 9ലേക്ക് പോയി. 9 പിന്നെ 12ലേക്ക് പോയി. 12 പിന്നെ എവിടത്തേക്ക് പോകും എന്നതാണ് ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം അതും നോക്കാം. 7 10ലേക്ക് പോയി. 10 പിന്നെ എങ്ങോട്ട് പോകും? അവിടുന്ന് പിന്നെ 16ലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് കാണേണ്ടത്? ഈ 7ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 അല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ 10ഉം 3ഉം കൂടി കൂട്ടിയാലാണ് ഇവിടെ 13 വരേണ്ടത് എന്ന് വ്യക്തം. 13, 3, 16 അവിടെ റെഡിയാണ്. ഇനി അടുത്ത ആളെ നോക്കാം. 6 7ലേക്ക് പോയി. 7 9ലേക്ക് പോയി. 9 പിന്നെ 12ലേക്ക് പോയി. 12 പിന്നെ എങ്ങോട്ട് പോകും? 6 1 7, 6 1 7, 7 2 9, 9 3 12, 12ഉം 4ഉമാണ് 16. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ 13, 16 ആകുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് മനസ്സിലായോ? എങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമല്ലേ? Okay, sir. Question 6, 7, 11, 9, 12, 16 ഇത് ഫിൽ ഔട്ട് ചെയ്യണം. ഇത് നമ്മൾ ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് ആണ് ആദ്യം നോക്കുന്നത്. 6 കഴിഞ്ഞിട്ട് വരുന്നത് 7 ആണ്. ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് നോക്കും. 6 കഴിഞ്ഞിട്ടുള്ളത് 7 ആണ്. 7 കഴിഞ്ഞിട്ടുള്ളത്
9 ആണ്. ഇത് നമുക്ക് 6ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 1ഉം 7ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 2ഉം 9ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് 3ഉം ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ഓൾട്ടർനേറ്റീവ് നമ്പർ 12ഉം അടുത്ത ഓൾട്ടർനേറ്റീവ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 4 ആയിരിക്കും. 12 പ്ലസ് 4 16 ആയിരിക്കും ലാസ്റ്റ് നമ്പർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതിന് മുന്നേ ഉള്ള സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് നമ്പറായ 7ന്റെ ഓൾട്ടർനേറ്റീവ് നമ്പർ 10 ആണ്. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം 7ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. പിന്നെ ആ ഓൾട്ടർനേറ്റീവ് നമ്പറും 16ഉം തമ്മിലുള്ള ഡിഫറൻസും 3 ആയിരിക്കണം. അപ്പം നമ്മൾ എന്താണ് 7ന്റെ കൂടെ 3 അല്ല 10ന്റെ കൂടെ 3 കൂട്ടുന്നു. അപ്പം നമുക്ക് 13 കിട്ടുന്നു. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചെറിയൊരു ചിത്രം വരയ്ക്കലാണ്. ചിത്രം നിങ്ങൾക്കും വരയ്ക്കാം. മുഹമ്മദ് അർഷാൻ, ആ ചോദ്യം സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാൻ പറ്റും? ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വരയ്ക്കാം. പറ്റുമോ? നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ വരയ്ക്കാം. നിങ്ങള് ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്. കോക്കല്ലൂർ സ്കൂളിലെ കുട്ടികൾ ഇതിലുണ്ടോ? കോക്കല്ലൂർ കോക്കല്ലൂർ സ്കൂളിലെ കുട്ടിയാണ് ഈ ചോദ്യം തന്നതിന്റെ ഓർമ്മ. ചോദ്യം ശ്രദ്ധിക്കുക. ആ ചോദ്യം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതായത് ഒരു ചെറിയ സ്ഥലം, അത് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അത് പിന്നെ ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു പ്ലസ് മനസ്സിലാകുന്നുണ്ടോ? മുഹമ്മദ് റഷാൻ അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരയ്ക്കുന്ന കുറച്ച് എളുപ്പമാണ്. പിന്നെ ഒരു സ്റ്റാർ ആണ് തോന്നുന്നു. ബോർഡ് കാണുന്നില്ല, ബോർഡിൽ എഴുതി കണ്ടില്ലായിരുന്നു. അതിപ്പോ അവിടെ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടോ? സാരില്ല, അതിപ്പോ കാണാം കേട്ടോ, പേടിക്കാൻ. പിന്നെ സ്ക്വയറും ഈ വട്ടവും അത് വീണ്ടും സ്ക്വയറിലേക്ക് തന്നെ പോകുന്നു. പിന്നെ 2 സ്ക്വയർ കൊടുത്തു. ആ ചോദ്യം തന്ന കുട്ടി ഇതിലുണ്ടോ? ആ ചോദ്യം തന്ന കുട്ടി ഇതിലുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ സ്ക്വയറും പ്ലസും കൂടി കൂട്ടി, പ്ലസും പിന്നെ ത്രികോണമാണ്, ട്രയാങ്കിൾ ഇറ്റ്സ് ഈക്വൽ ടു ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഓവൽ ഷേപ്പാണ്. ചോദ്യം ഇതാണ്: ഈ ഓവൽ ഷേപ്പിനെ പ്രതിനിധീകരിക്കുന്ന സംഖ്യ ഏതാണെന്നാണ്. അത് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ഷേപ്പിനും നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പർ ഏത് കൊടുക്കാം, ഡിജിറ്റ്സ് കൊടുക്കാം. 0, 1, 2, 3, 4, 5. മുഹമ്മദ് റഷാൻ സ്ക്രീൻ ഷെയർ ചെയ്യണ്ട, അതൊന്ന് വായിച്ചു കൊടുത്താൽ മതി. ആ സംഭവം വായിച്ചു കൊടുത്താൽ മതി. Each shape in the sums and products Each shape in the sums and products given below stands for one of the numbers 0, 1, 2, 3, 4, 5. Circle plus star is equal to circle. A rectangle multiplied by circle is equal to rectangle. Rectangle multiplied by rectangle is equal to
a model of kite. A rectangle added to a triangle is equal to a oval shape. Which number does stands for oval? ശരി, വ്യക്തമാക്കി തരാം. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം. ഇവിടെ ചോദ്യം ഇതാണ്: ഒരു വൃത്തവും ഒരു സ്റ്റാറും കൂടി കൂട്ടിയപ്പോൾ വൃത്തം കിട്ടുന്നു. മൈക്ക് മ്യൂട്ട് ചെയ്യുക, വീഡിയോ പ്രസന്റേഷൻ ഓഫ് മ്യൂട്ട് ചെയ്യുക. അതുപോലെ ഒരു സ്ക്വയറും ഒരു വൃത്തവും തമ്മിൽ ഗുണിച്ചപ്പോൾ, അതേ വൃത്തവും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ വൃത്തം തന്നെ കിട്ടുന്നു. സോറി, സ്ക്വയർ തന്നെ കിട്ടുന്നു. രണ്ട് സ്ക്വയറുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഗുണിച്ചപ്പോൾ നമുക്കൊരു കൈറ്റിന്റെ മോഡലുള്ള സാധനം കിട്ടുന്നു. പിന്നെ ആ സ്ക്വയറും വേറൊരു ട്രയാങ്കിളും കൂടി കൂട്ടിയപ്പോൾ ഓവൽ ഷേപ്പ് കിട്ടുന്നു. എങ്കിൽ ഇതിൽ ഓവൽ ഷേപ്പ് ഏതാണ്? ഏത് നമ്പറാണ്? 5. അതാണ് 5 പറഞ്ഞത്. വൈഷ്ണവി. ആര്? വൈഷ്ണവി. വൈഷ്ണവി. ഏത് സ്കൂളാ വൈഷ്ണവി? EMS പെരുവണ്ണ. വൈഷ്ണവിക്ക് എങ്ങനെയാ 5 കിട്ടിയത്? ആദ്യം വട്ടത്തിനോട് സ്റ്റാർ കൂട്ടി, ഏതൊരു സംഖ്യനോടും 0 കൂട്ടിയാൽ അതേ സംഖ്യ ഉത്തരമായിട്ട് കിട്ടുള്ളൂ. ഏതൊരു സംഖ്യയോടും 0 കൂട്ടിയാൽ അതേ സംഖ്യ ഉത്തരം കിട്ടുമെങ്കിൽ ഈ സ്റ്റാർ ആരായിരിക്കണം? 0. 0 ആയിരിക്കണം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് 0 കിട്ടി. പിന്നെയോ? പിന്നെ അതേപോലെ ഏതൊരു സംഖ്യനോടും 1 ഗുണിച്ചാലേ അതേ സംഖ്യ കിട്ടുള്ളൂ. രണ്ടാമതാണോ? ആ. 1 കൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യ കിട്ടുമെങ്കിൽ ഈ വൃത്തം ആരാണ്? 1. 1 അതും ശരിയായി. അങ്ങനെയാണെങ്കിൽ വൃത്തം 1 ശരി. പിന്നെ താഴത്ത് ഒരു രണ്ട് സംഖ്യ, ഒരേ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 2 സ്ക്വയേഴ്സ് തമ്മിൽ ഗുണിച്ചപ്പോൾ ഒരു സംഖ്യ കിട്ടി, അല്ല കിട്ടുന്നത്. പക്ഷെ ഈ കൂട്ടത്തിൽ സ്ക്വയർ നമ്പർ ആരാണുള്ളത്? 4 1 സ്ക്വയർ നമ്പർ അല്ലേ? ആണ്. പക്ഷെ 1 വേറൊരു വട്ടത്തിന് അതിനെ സൂചിപ്പിക്കാൻ കൊടുത്തില്ലേ? നമ്മൾ പ്രസന്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് 4 ആവണം. അങ്ങനെയാണെങ്കിൽ ഇത് ഓരോന്ന് 2 വീതമാവണം. അത് ശരിയല്ലേ? യെസ് ഓർ നോ വൈഷ്ണവി? യെസ്. അപ്പം 2 × 2 4 അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആളും 2 തന്നെയാണ്. ആ 2-നെ 3 കൊണ്ട് കൂട്ടിയപ്പോഴാണ് ഓവൽ ഷേപ്പ് കിട്ടിയതെങ്കിൽ ഈ ട്രയാങ്കിൾ ഇവിടെ ആരാണ്? 3. അതെന്തുകൊണ്ട് അത് 3 ആയത്? അവിടെ 5 കൊടുക്കുക വെച്ചാല് അതിന് ഉള്ള ഉത്തരം അതിലില്ലല്ലോ. ഇവിടെ 5 കൊടുത്തെങ്കിൽ മാത്രമേ 3 × 2 5 ആവും. മാത്രമല്ല 1 ൽ 2 അവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. കാരണം ഇവിടെ 2 വന്നു, ഇവിടെ 1 വന്നു. അതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ ഇപ്പൊ 3 മാത്രമേ ബാക്കിയുള്ളൂ. 3 ൽ 2 കൂടി കൂട്ടിയാൽ 5 അപ്പോ ഓവൽ ഷേപ്പിനെ പ്രതിനിധീകരിക്കുന്നത് 5. ഇത് മനസ്സിലായ മക്കളെ നിങ്ങൾക്ക്? മനസ്സിലായി. ഇല്ലെങ്കിൽ ഒന്നുകൂടി ചെയ്യണോ? എന്താ സർ? ഒന്നുകൂടി പറയേണ്ടത്. ഇതിന് വേറൊരു വിദ്യയുണ്ട്. ഈ വൈഷ്ണവി പറഞ്ഞ വഴിക്കുന്നത് വേണമെന്നില്ല, നിങ്ങൾക്ക് ഏതും വേണം സ്വീകരിക്കാം. ഇവിടെ ആദ്യം 2 സ്ക്വയേഴ്സ് തമ്മിൽ ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ? 2 സ്ക്വയേഴ്സ്, അതായത് രണ്ടും ഒരേപോലുള്ള 2 സാധനങ്ങൾ തമ്മിൽ ഗുണിച്ചപ്പോൾ കിട്ടുന്ന ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും എന്നുള്ളത് പിടിക്കാം. ഇവിടെ സ്ക്വയർ നമ്പർ 1 ഉണ്ട്, അവന് 4 ഉണ്ട്. ആ 4 ചേർത്ത് നോക്കിയാൽ തന്നെ ഇവിടെ ഒരെണ്ണം ഒഴിവായി കിട്ടി. ആ ഒരെണ്ണത്തിന് കിട്ടിയ 2 എന്ന വില നിങ്ങൾക്ക് ഇതിന് ഓരോന്നിനും കൊടുത്തു നോക്കാം. ഇവിടെ 2 കൊടുത്തു. അപ്പോൾ തന്നെ നേരത്തെ ആ മോള് പറഞ്ഞ ഉത്തരത്തിലേക്ക് വരും.
രണ്ടിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് വീണ്ടും 2 കിട്ടുക എന്ന ചോദ്യത്തിലേക്ക് പോകാം. 2നെ 1 കൊണ്ട് ഗുണിച്ചാൽ ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യയാണ്. അപ്പൊ ഏറ്റവും നല്ലത് ഈ മൂന്നാമത്തതിൽ കയറി പോകുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു 2 സംഖ്യകൾ തമ്മിൽ മുമ്പ് നമ്മുടെ USS ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. He is equal to she. എങ്കിൽ she താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. അതിന് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുന്നു 422, 625, 710, 810. അതെ, 625 നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? സ്ക്വയർ നമ്പർ അത് സ്ക്വയർ നമ്പർ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ സ്ക്വയർ നമ്പർ നമ്മളെ സഹായിക്കാറുണ്ട് എന്ന് തിരിച്ചറിയുക. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പ്രയാസമുള്ള ചോദ്യങ്ങൾ ഇങ്ങോട്ട് അയച്ചു തരാം. അതൊക്കെ നമ്മൾ സമയത്തിനനുസരിച്ച് ചർച്ച ചെയ്യും. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രയാസമുള്ള ഏതൊരു ടോപ്പിക് ഉണ്ടെങ്കിലും അതിപ്പോൾ പറയാം. അതും നമ്മൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. രാവിലത്തെ ക്ലാസ്സിന് പുറമെ അവിടെ നേരത്തെ എത്തുകയാണെങ്കിൽ രാത്രിയിലത്തെ ക്ലാസ് വരെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. 9-ാം തീയതിയുടെ പരീക്ഷയ്ക്ക് ഒരുങ്ങുക. പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ 2 ബോൾ പോയിന്റ് പേന കൊണ്ടുപോകണം. 2ഉം ഒരേ മഷിയുള്ളതാവണം. ഒന്നുകിൽ 2 നീലമഷി, അല്ലെങ്കിൽ 2 കറുപ്പ് മഷി. ഒന്ന് എഴുതി ശീലിച്ച പേനയാണ് നല്ലത്. അതുകൊണ്ട് അവിടുന്ന് പബ്ലിക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. OMR ഷീറ്റ് ലഭിക്കുമ്പോൾ ആ OMR ഷീറ്റിലേക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എടുത്തതിന് പകരം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റഫ് പേജിൽ ചെയ്ത് നോക്കി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒന്ന് പെൻസിലൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് അതിനുശേഷമാണ് മാറ്റുന്നത്. മാത്ത് പരീക്ഷയ്ക്ക് ഓർത്ത് വെക്കേണ്ടതായ ചില നമ്പേഴ്സ് ഉണ്ട്. കോഡിങ് ആൻഡ് ഡീകോഡിങ് പഠിക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സ് ഏത് നമ്പറിനെ കാണിക്കുന്നു എന്ന് അറിയേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ A മുതൽ Z വരെ എഴുതി A1, B2 എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഓൾ ഓഫ് ടൈമിന്റെ ആ 15 മിനിറ്റ് കിട്ടുമ്പോൾ അതിന്റെ ഇടയിൽ പെൻസിൽ കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റഫ് പേജിൽ അത് മാർക്ക് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഈ കോഡിങ് ആൻഡ് ഡീകോഡിങ് വരുന്ന ചോദ്യം വരുന്ന സമയത്ത് സഹായിക്കാൻ പറ്റും. ഏത് ചോദ്യമാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ആ ചോദ്യങ്ങൾ ആദ്യം കവർ ചെയ്യാം. ഒരു ചോദ്യം വെച്ചിട്ട് കൂടുതൽ സമയം എടുക്കും തോന്നുകയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതൊക്കെ വേഗം ചെയ്തിട്ട് ഉറപ്പുവരുത്തുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ OMR ഷീറ്റിന്റെ കാർഡ് കോപ്പി നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. വൈകുന്നേരം യൂട്യൂബിൽ ഞങ്ങൾ ഇതിന്റെ ആൻസർ കീ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒത്തു നോക്കാം. കോഴിക്കോട് ജില്ലക്കാരാണെങ്കിൽ 150-ലധികം മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, സാറ്റിലും മാറ്റിലും 150-ലധികമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം, വളരെ സന്തോഷിക്കാം. മലപ്പുറം ജില്ലയിലാണെങ്കിൽ 155 കിട്ടിയാണെങ്കിലും സന്തോഷിക്കാം. ഇതൊക്കെ ഞങ്ങൾക്ക് കണക്കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്കിന് സാധ്യത അതൊക്കെയാണെന്നാണ്. കണ്ണൂർ ജില്ലയിൽ 130-135 വരെ പോകാം. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇതാ മൈക്ക് ഉണ്ട്. യെസ്, എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സംശയമുണ്ട്. ഏതാ? If x is equal to 1, y is equal to 1. എന്താ പേരെന്താ? ലസിൻ മുഹമ്മദ്. അതിപ്പോ പറഞ്ഞാൽ പോരാ. ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക്
വാട്സപ്പ് ചെയ്തു തരും. ഓക്കെ എന്നെ വിളിച്ച് ഓർപ്പിക്കാൻ മതി കേട്ടോ. ഓ ശരി, ക്ലാസിന്റെ ടൈമിലെല്ലാം ചോദിക്കേണ്ടത് അതിന്റെ മുമ്പ് വാട്സപ്പ് ചെയ്യുക ഏത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും. പോകാൻ നമുക്ക് അടുത്ത ചോദ്യത്തിന്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 6 into 16 into 3 into 49 into 54 into 72. ഇത് എത്രയാണ് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അത് ചോദ്യം വലിയ കടുപ്പുള്ള ചോദ്യമായിരിക്കും. അതിനൊന്നും നമുക്ക് നേരെ ഉണ്ടാവുക. അതിൽ ഈ ഗുണനഫലം എത്ര തന്നെ ആയിക്കോട്ടെ, നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. ഈ കിട്ടുന്ന പ്രൊഡക്റ്റിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ, അല്ലെങ്കിൽ ഹരിച്ചാലാണ്. ഗുണിച്ചാലോ ഹരിച്ചാലോ ആണ് ഇതൊരു പൂർണ്ണവർഗ സംഖ്യ ആവുക. ഓപ്ഷൻ തരാം: 2, 3, 6, 7. ഇതിലേത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലോ ഹരിച്ചാലോ ആണ് അതൊരു പൂർണ്ണവർഗ സംഖ്യ ആവുക എന്നാണ് ചോദ്യം. പൂർണ്ണവർഗ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്നത്. 1 into 1, 1 square 1. 2 into 2, 2 square 4. പിന്നെ 9, 16, 25, 36. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 1 മുതൽ 30 വരെയുള്ള വർഗസംഖ്യകൾ കാണാതെ പഠിക്കാതെ പരീക്ഷ ഹാളിലേക്ക് നിങ്ങൾ പോകരുത്. കാരണം അതിൽ നിന്ന് 3 ചോദ്യത്താണ്. അതുപോലെ ആദ്യത്തെ പ്രൈം നമ്പർ കാണാതെ പഠിക്കാതെ നിങ്ങൾ പരീക്ഷ ഹാളിലേക്ക് പോകരുത്. അതിന് 2 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. പരാജയപ്പെടുമ്പോൾ ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ആയിരിക്കും നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെടുക. എന്തോ ആരോ പറയാൻ നോക്കി, പറയൂ. സാർ 3 ആണോ? എന്തായാലും സംശയിച്ചൊന്നും പറയുന്നതായിരുന്നു. 3 ആണോ എന്നൊന്നും അറിയില്ല, നോക്കണം. സംശയിച്ച് പറയാതെ. എന്താ കുട്ടിയുടെ പേര്? സെൻസ. ആ, എവിടെയാ സരിതയുടെ വീട്? ചൂലാമേൽ. എടാ, ചൂരൽമലയാ? ചൂലാമേൽ മാക്കൂട്ടം സ്കൂളിൽ അടുത്ത്. മാക്കൂട്ടാ? ശരി, എവിടെയെങ്കിലും ആണ്. ഇത് ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പ് ആക്കി എടുക്കുക എന്നതാണ്. പ്രൈം നമ്പേഴ്സ് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റിയാൽ മതി. ശരി, എങ്ങനെ ഗ്രൂപ്പ് ആക്കാം? ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. മൈനസ് മാർക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് എല്ലാ ചോദ്യത്തിലും ആൻസർ ചെയ്യുന്നത് നല്ലതാണ്. മൈനസ് മാർക്ക് ഇല്ല. ആദ്യം അറിയുന്നതൊക്കെ ചെയ്യുക. പിന്നെ പ്രയാസമുള്ളതൊക്കെ പിന്നെ ഏറ്റെടുക്കുക. എല്ലാ 90 ചെയ്യുക. രണ്ടാമത്തെ പേപ്പറായ സാറ്റിലും 90 ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്തെന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഞാൻ വിശദീകരിക്കണം മക്കളെ. വേണം. മുഹമ്മദ് റഷാദ് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ധ്യാന, ഇത് മനസ്സിലായോ? ധ്യാന പോയി. ധ്യാന, ഇവിടെ 6നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിന് മുമ്പ് എങ്ങനെയാണ് ഈ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലോ ഹരിച്ചാലോ ആണ് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക എന്നതിന് ഒരു ചെറിയ ചോദ്യം വെച്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ഞാൻ ചോദിക്കുന്നു, 18ലെ ഏത് ചെറിയ സംഖ്യ കൊണ്ട്, ആ കാര്യം ശരിക്കും ശ്രദ്ധിക്കണം, ഏത് ചെറിയ സംഖ്യ കൊണ്ട് എന്നാണ്. അപ്പോ ചെറിയ സംഖ്യ ഏത് കൊണ്ട് ഗുണിച്ചാലാണ് 18, 36 എന്ന സ്ക്വയർ നമ്പറിലേക്ക് പോവുക? നിങ്ങൾ പറയുന്ന മറുപടി 2. അപ്പൊ 2 എന്ന ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 18, 36 ആവും. 18ലെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 18 പാട്ട് ഗുണിച്ചാൽ മതി.
പക്ഷേ അവിടെ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, ഏത് ചെറിയ സംഖ്യ കൊണ്ട് എന്നത്. അപ്പൊ 18നെ 2 കൊണ്ട് ഗുണിച്ചാൽ 36 എന്ന 6ന്റെ സ്ക്വയർ കിട്ടും. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, 50 എന്ന ഈ സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 100 എന്ന സ്ക്വയർ കിട്ടുക? 2 അത് 2 കൊണ്ടാണ്. നിങ്ങളോട് ചോദിക്കുന്നു, 18 എന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചാലാണോ 9 എന്ന സ്ക്വയർ നമ്പർ കിട്ടുക? 50 എന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് 25 എന്ന സ്ക്വയർ നമ്പർ കിട്ടുക? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, 90 എന്ന സംഖ്യയെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പരസ്പരമാണ്? അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണോ, ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചാലാണോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളെ വേഗം അത് ഹരിക്കുന്നതിനെ പറ്റി എടുത്തെടുപ്പിച്ചാണ്. 90 ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചാലാണ് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ? 10. ആ 10 നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയല്ലോ. 90 9 മാറിക്കഴിഞ്ഞു. അത് 3ന്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കേണ്ട 90 എന്ന സംഖ്യയെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 900 എന്ന 30ന്റെ സ്ക്വയർ കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കുക? 18നെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയിട്ട് 2ലേക്ക് എങ്ങനെ കൊണ്ടുവരാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9 കിട്ടി. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പ്രൈം നമ്പർ മാത്രം ഫാക്ടറൈസ് ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പൊ 3 എന്ന പ്രൈം നമ്പർ കിട്ടിയത് അവിടെ അവസാനിപ്പിക്കുന്നു. 2 × 3 × 3 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 3 ജോഡികളാണ്. ജോഡികളെ എടുത്തിട്ട് പുറത്തേക്കിടാണ്. പുറത്തേക്ക് ജോഡി വേണ്ട. പിന്നെ ഒറ്റപ്പെട്ടവൻ ആരാണ്? ഒറ്റപ്പെട്ടവൻ ഇവിടെ? 2. ആ 2നെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവച്ച് വെച്ചത്. ഇനി നിങ്ങൾക്ക് അടുത്തത് 50ന്റെ കാര്യം പറയണമെങ്കിൽ അതും നമുക്ക് നോക്കാം. 50നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 25 കിട്ടുന്നു. 25നെ നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 കിട്ടുന്നു. അവിടെ അവസാനിപ്പിക്കുന്നു. 2 × 5 × 5 ഇവിടെ 5ഉം 5ഉം ജോഡികളാണ്. ആ ജോഡികളെ എടുത്ത് നമുക്ക് ഒഴിവാക്കാം. ഓട്ടെ. പിന്നെ ഒറ്റപ്പെട്ടവൻ ആരാണ്? 2. ആ 2 90 അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ജോഡികളാക്കി പുറത്തു വരുമ്പോൾ 90 നിങ്ങൾക്ക് 10 ലഭിക്കണമെങ്കിൽ 2 ആള് മാത്രം ജോഡിയല്ലാതെ വരും. അതാരൊക്കെയായിരിക്കും? മുഹമ്മദ് റഷീദ്. സാറേ 2ഉം 5ഉം. 2ഉം 5ഉം കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 2ഉം 5ഉം കിട്ടും. നമ്മൾ ഈ ചോദ്യത്തിലേക്ക് വരാം. ധ്യാന, ഈ ചോദ്യം ഞാൻ വിശദീകരിക്കേണ്ടതുണ്ടോ? വേണ്ടേ? മുന്നോട്ട് പോകാം. വേണോ? വേണ്ടത് നിങ്ങളത് പറയേണ്ടത്. മറ്റുള്ള കുട്ടികളൊക്കെ പറയുന്നത് ഇത് വിശദീകരിക്കണോ? വേണ്ട. ശരി, നിങ്ങൾ പറയുന്നത് വേണ്ടെങ്കിൽ ഉത്തരം വേണോ? വേണ്ടേ? വേണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ വേണമെന്ന് പറയുന്നത്. ശരിക്ക് ഇനി വേണ്ട എന്ന് പറയുന്ന കുട്ടികളെ ആൻസർ പറയാൻ ബാധ്യസ്ഥരാണ്. ധ്യാന, എന്താണ് സ്ഥിതി? ഇത് വിശദീകരിക്കണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 6നെ സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ പ്രൈം നമ്പറിന്റെ ഭാഗമാക്കാം? 2 × 3. 2 × 3. ഒച്ചത്ത് പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. 16നെ എങ്ങനെ എഴുതാം? പ്രൈം നമ്പർ ആയിരിക്കണം എല്ലാം. 2 × 2 × 2 × 2. അപ്പൊ 4 പ്രാവശ്യം 2 എഴുതണം. 3 പ്രൈം നമ്പർ ആണ്. അതവിടെ കിടന്നോട്ടെ. 49നെ എങ്ങനെ എഴുതാം? 7 × 7. 7 × 7 എന്ന് എഴുതാം. 54നെ എങ്ങനെ എഴുതാം?
3 × 3 × 2 × 3. മുഹമ്മദ് റഷാദ് 54 എങ്ങനെ എഴുതാം? 54 3 × 3. ആ വേണ്ട, ആദ്യം എങ്ങനെ എഴുതി വെക്കാം? ആദ്യം നമുക്കൊന്ന് എഴുതി വെക്കാം. 6 × 9 54 ആണോ? ആ സാറാണ്. ആ 6നെ സ്പ്ലിറ്റ് ചെയ്താൽ 3 × 2 എഴുതാം, 3 × 3 എഴുതാം. ശരിയല്ലേ? അപ്പോൾ 3 × 3 × 3 × 2 ആണോ 54? നോക്കിയേ. ആരും വിടുന്നില്ല. 72നെ എങ്ങനെ എഴുതാം? 8 × 9. 8 × 9 വീണ്ടും സ്പ്ലിറ്റ് ചെയ്താൽ 2 × 2 × 2 × 3 × 3. 2 × 2 3 × 3 എല്ലാം പ്രൈം നമ്പറായി. ഇനി ജോഡികളെ തട്ടിക്കളിയും. ആരോ ചെലങ്ക് ഒച്ചപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാം. ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്തു. ആ മ്യൂട്ടിലാണ്. അതാരാ? എന്നിട്ടു ഇവിടെ ജോഡികളെ തട്ടിക്കളിയും. ആരൊക്കെയാണ് ജോഡികൾ? 2 2 2 2 ഇതാ 2ന്റെ ഘോഷയാത്ര തന്നെയാണ്. 2 2 2 2 ഒരു 2ആണ് ബാക്കി. 3 3 7 7 3 3 3 ഒരു 3. ഇനി ആരെങ്കിലും ഉണ്ടോ അവിടെ? സാർ 2 ഒരു 3. 2 ഒരു 3 മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 6. 6. ഓപ്ഷനിൽ 6 ഉണ്ടാ? ശരി, ഞാനിന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ 6 കിട്ടുന്ന വഴിയുണ്ടോ? എങ്ങനെയാണ്? 6നെ 2 × 3 സ്പ്ലിറ്റ് ചെയ്തതിന് പകരം 6 തന്നെ എഴുതി. 16 4 സ്ക്വയറിന് എഴുതി. 3 3 എഴുതി. 49 7 സ്ക്വയറിന് എഴുതി. 54 3 സ്ക്വയർ × 6 എഴുതി. 72 3 സ്ക്വയർ × 2 ക്യൂബ് എഴുതി. ഇപ്പൊ 6 എത്ര ഉണ്ട് നോക്കാം. 6 2 6 സ്ക്വയർ, 4 2 4 സ്ക്വയർ, 3 raised to 5, 7 raised to 2, 2 raised to 3. അപ്പൊ ഇതില് പവേഴ്സിനെ ഈവൻ നമ്പർ ആക്കണം. 3 raised to 5 2 raised to 3 മാത്രമാണ് ഈവൻ നമ്പർ ഉള്ളത്. അപ്പൊ 3 × 2 6. എന്താ മോളെ പേര്? ഫെൻസ. ഏത് സ്കൂളാ? ചക്കാലക്കൽ. ഓ, ചക്കാലക്കൽ HSS മടവൂർ. ചക്കാലക്കലുള്ള കുട്ടികൾ വന്നിട്ട് ചക്കാലക്കൽ ഞാൻ വരുന്നുണ്ട്. 5-ാം തീയതി വരുന്നുണ്ട് കേട്ടോ. 5-ാം തീയതി 3 മണിക്ക് ശേഷം ഞാൻ അവിടെ ഉണ്ടാവും ചക്കാലക്കൽ. അപ്പോ തെൻസ ചക്കാലക്കലെ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് ഉള്ളത് അല്ലേ? അവിടെ 2-3 ബാച്ച് ഇല്ലേ? ഗോൾഡൻ ബാച്ച് തേർഡ് ഗ്രൂപ്പ്. ഗോൾഡൻ ബാച്ചിലാണോ ഉള്ളത് അല്ലേ? UP സ്കൂൾ എവിടെയാ പഠിച്ചത്? മാക്കൂട്ടം. മാക്കൂട്ടം. ഓ, ഷബിന ടീച്ചറെ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ശരി. USS വിന്നറായിരുന്നു. എത്ര മാർക്കുണ്ട്? 78. 78. നല്ല മാർക്കാണ്. 78 മാർക്കൊക്കെ USSന് കിട്ടുന്ന കുട്ടി, ആ കുട്ടികൾ ഇങ്ങനത്തെ കാര്യമൊക്കെ വളരെ ഷോർട്ടായിട്ട് പറയും. ശരി, എങ്ങനെയാണ് ഈ ഗ്രൂപ്പിലേക്ക് കയറി വന്നത്? സാറിനെ വിളിച്ചിട്ടാ. ഓ ശരി ശരി. തെൻസ എന്ന പേരല്ലേ? ഈ ക്ലാസ് കഴിഞ്ഞാൽ എങ്ങനെ വിളിക്കണം കേട്ടോ.
Yes or no? ടെൻസ കേൾക്കാം? വീട്ടിലില്ലേ? ഹലോ, പോയോ? 5/2 all raised to -2 into 3/5 all raised to -2 into 3/5 all raised to എത്രയായിരുന്നു ഓമർഷൻ? Sir, 0. 0. ഇതിന്റെ വില എത്രയാണ്? ഓപ്ഷൻ ഉണ്ടോ ഓമർഷൻ? Yes, sir. ഓപ്ഷൻ ഒന്ന് വായിച്ചത്. Option. Sir. കുട്ടികൾ ആ സമയത്ത് ഒന്ന് ചെയ്ത് നോക്കൂ, എന്തെങ്കിലും വഴി തന്നോ? Option A, 10. ഓപ്ഷൻ എ 10. 10. Option B, 4/9. 4/9. പിന്നെ Option C, 20. 20. പിന്നെ Option D, 30. 30. Yes, sir. യെസ് സർ. മുഹമ്മദ് അർഷാന്റെ മൈക്കിൽ എന്താ ചെറിയ പ്രശ്നം? അത് ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ചെറിയ ജലദോഷം പോലെ ഉണ്ടാ മൈക്കിന്. മൈക്കോളാണ് മക്കളെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് ഉത്തരം അറിയാമോ? ഇനി അതല്ലേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ. ഒന്ന്, ടെൻസ പോയോ? ടെൻസ No, sir. No, sir. ഇത് ഉത്തരം അറിയാം? ഇതിന്റെ ആൻസർ അറിയാം? 4/9 ആണോ? 4/9 ആണ്. ഇനി എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാനങ്ങ് പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ. ഇത് ചെയ്തൊക്കെ ചിലപ്പോൾ 4/9 കിട്ടൂല. പക്ഷെ 4/9 ചെറിയ കുട്ടീനെ കിട്ടുന്നു. അങ്ങനെ കിട്ടുന്നത് ഈ നെഗറ്റീവ് 2 മേലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 1/5/2 എന്ന് എഴുതിയിട്ട് സ്ക്വയർ കൊടുക്കും. മറ്റേത് 1/3/5 ആണ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് A⁻0 വില 1 ആണ്. കുറെ ലോയസ് എക്സ്പെരിമെന്റ് പഠിച്ച സമയത്ത് A⁻m നിങ്ങൾ അതിന് പകരം X⁻m ആക്കി ഇപ്പോൾ വെച്ച് പഠിച്ചിട്ടുണ്ടാവുക. ഇൻറ്റു A⁻n സമം A⁻m+n എന്നും A⁻m/A⁻n is equal to A⁻m-n എന്നും A⁻m(n) is equal to A⁻mn എന്ന് പഠിച്ച് 7ാം ക്ലാസ് വരെ പഠിച്ച ഒരു കുട്ടി ആ കൂട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. A⁻0 വില 1 ആയിരിക്കും. 2⁻0 എന്ന് പറഞ്ഞാൽ അതിന്റെ വില 1 ആണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ അവസാനം കാണിച്ചിരിക്കുന്ന 3/5/0 വില 1 ആണ്. ഇനി നമ്മള് പ്രശ്നം ഏകദേശം കഴിഞ്ഞു. ഈ അരിക്കണം 2 മേലോട്ട് കൊണ്ടുപോയാൽ 1/2/5 എന്നാവും. ഇൻറ്റു ഇവിടെ അരിക്കണം 5 മേലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2/5 ഹോൾ സ്ക്വയർ. സ്ക്വയർ അവിടെ നിൽക്കട്ടെ, തൽക്കാലം സപ്പോർട്ട് ചെയ്യും. സ്ക്വയർ അവിടെ നിൽക്കട്ടെ. സ്ക്വയർ റൂട്ട് സ്ക്വയർ ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തൽക്കാലം റൂട്ട് അവിടെ നിൽക്കട്ടെ. മനസ്സിലായോ പറയുന്നത്? റൂട്ടിനെ നമുക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ സ്ക്വയർ ബൈ
5/3 എന്നും എഴുതി ഇൻറ്റു 1 എന്ന് എഴുതി. ഇത് 1 2 2 2/5 ഇൻറ്റു 5/3 എന്ന് വരും. 1-നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യ തന്നെ ആയിരിക്കും. ഇത് എത്രയാണ് മുഹമ്മദ് റഷാദ്? 2/3. 2/3. അതവിടെ വെക്കട്ടെ. 2-നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ ചോദിക്കുമ്പോൾ 2/3. 2-നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 10. 10. 10/15 എന്ന് ലഭിക്കുമ്പോൾ അത് വീണ്ടും നമുക്കൊന്ന് വെട്ടിച്ചുരുക്കിയാൽ അത് 2/3 കിട്ടില്ലേ? അപ്പോഴാണ് നേരത്തെ നിങ്ങളുടെ ചോദ്യം, സാറേ ആ സ്ക്വയറിന് എന്താ ഒന്നും ചെയ്യാത്തത്? എനിക്കെടുത്ത സ്ക്വയർ വെച്ചു എന്താ പ്രശ്നം? അങ്ങനെ 2-നെ സ്ക്വയർ ചെയ്താൽ 4-ഉം 3-നെ സ്ക്വയർ ചെയ്താൽ 9 കിട്ടുമ്പോൾ 4/9 ഓപ്ഷൻ ഉണ്ടോ? Yes, sir. മക്കളെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഇല്ല. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുവാണ്. 5/2 whole raised to -2 എന്നുള്ളത് 1/5/2 എന്ന് എഴുതാം. 3/5 whole raised to -2 എന്നുള്ളത് 1/3/5 എന്ന് എഴുതാം. 3/5 raised to 1 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/5/2 എന്ന് വെച്ചാൽ 1 into 2/5. 1/3/5 എന്ന് വെച്ചാൽ 1 into 5/3. അത് അങ്ങനെ ചെയ്യുമ്പോൾ 2/5 into 5/3 അത് ചെയ്താൽ 2/3 കിട്ടും. 2/3 സ്ക്വയർ എടുത്താൽ 4/9 കിട്ടും. ശരിയായോ? സർ. ശരിയായോ? Yes, sir. ശരി. ക്ലിയർ ആവാത്തവർക്ക് പിന്നീട് പറഞ്ഞു തരാം. ക്ലിയർ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു. ഈ മൈനസ് വന്നു കഴിഞ്ഞാൽ 1/5/2 എന്ന് എഴുതുന്നത് നല്ലതാണ്. നല്ല മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം അതൊരിക്കലും പരീക്ഷയ്ക്ക് വേറെ മോഡലാണ് വന്നത്. 5/3 ഇത് താഴെ എഴുതട്ടെ. 5/3 അതിന്റെ മേലെ റേസ്റ്റ് 2 അതിന്റെ മേലെ റേസ്റ്റ് 5 അതിന്റെ മേലെ റേസ്റ്റ് 0 ഇൻറ്റു 3/2 അതിന്റെ റേസ്റ്റ് 3 റേസ്റ്റ് 4 റേസ്റ്റ് 0. ഇത് എത്രയാണ്? 1. 1. ആലോചിക്കാണ്ട് പറയരുത്. ആലോചിക്കാതെ പറയരുത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. ആദ്യം ഈ 5/0 എത്രയാണ്? അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 5/0 എത്രയാണ്? 1. എത്ര? 1. 5/0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 5/0 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമുക്ക് മൈക്ക് ആരോ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് പ്രശ്നമാണ്. ശരി. അപ്പോൾ 5/0 വില 1 എന്ന് കിട്ടിയാൽ നമുക്ക് ആദ്യത്തത് ഇങ്ങനെ എഴുതാലോ. 5/3/2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5/0 വില 1 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അവർക്ക് 5/3/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ 2ന്റെ മേലെ നമുക്ക് 1 ആണല്ലോ വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ 1 പറഞ്ഞത്? ഹലോ മുഹമ്മദ് റഷാദ്.
അപ്പൊ ഞാൻ ഈ ചോദ്യം നിങ്ങൾക്ക് ഏൽപ്പിക്കുകയാണ്. എനിക്ക് അറിയേണ്ടത് ഇതിന്റെ ആൻസർ എത്രയായിരിക്കുമെന്ന്. അടുത്ത ക്ലാസ് നടക്കുന്ന സമയത്ത് ഇതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞു തരണം. എന്തായാലും 1 അല്ല. ആ ചോദ്യം ഒന്ന് വായിച്ചേ 3 വർഷം. Okay. 5 raised to 3 raised to 2 raised to 5 raised to 0 into 3 raised to 2 raised 3 raised to 2 raised to 3 raised to 4 raised to 0. What is the value? അതിന്റെ ആൻസർ എത്രയാണെന്നാണ് ചോദ്യം. ഇനി ഇവിടെ 5/3 എന്ന് എഴുതിയിട്ട് അതിന്റെ മേലെ 2 എഴുതി 0 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഞാൻ പറയാം. 5/3 എന്ന് എഴുതിയിട്ട് ഈ 2/0 വില 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാകുമ്പോൾ 5/3 ആയിരിക്കും ഇതിന്റെ ഉത്തരം. 5 × 5 × 5 ആയ 125 ആയിരിക്കും. അതേപോലെ 3/2/5/0 എന്ന് കൊടുത്താലും ഇവിടെ 5/0 വില 1 ആയതുകൊണ്ട് അത് 3/2 തുല്യമാണ്. അത് 3 × 3 ആയ 9 ആയിരിക്കും ഉത്തരം. പിന്നീട് 125-നെ 9 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പൊ ഏകദേശം എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് തയ്യാറാവുമെന്നാണ് ചോദ്യം. ഈ പരീക്ഷയ്ക്ക് വേറൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക. അതിനിടക്ക് 2 ഹോംവർക്ക് തരട്ടെ. ഇനി അഥവാ ഇവിടെ ചെയ്യണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ചെയ്യണമെങ്കിൽ അങ്ങനെ പറയാം. 99.99ന്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലാണ് 100 കിട്ടുക? നിങ്ങൾക്കും പ്രതികരിക്കാം. ഇതിന്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലാണ് 100 കിട്ടുക? 0.1. ഓ 0.01. അതിന് ഏറ്റവും നല്ല മാർഗം 100-ൽ നിന്ന് 99.99 എന്ന് മൈനസ് ചെയ്താൽ മതി. അതല്ലേ മാർഗം. മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 0.01. 0.01 വരും. 1 വന്നു, പിന്നെ ഇവിടെ 0 വന്നു, അങ്ങനെ 0.01 എന്ന് കിട്ടി. ഇനി എന്റെ ചോദ്യം 99.99ന്റെ കൂടെ 0.01 കൂട്ടിയാൽ എന്ത് സംഭവിക്കും? 9 × 10, 9 × 10, 9 × 10, 9 × 10. അപ്പൊ ഇതാണ് ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ്. അതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കും. HW ഹോംവർക്കാണ്. ഇനി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും, അല്ലെങ്കിൽ വാട്സാപ്പ്. ഈ ചോദ്യം അല്ലേ നമ്മൾ പറഞ്ഞത് മുഹമ്മദ് അഷാൻ 6x whole raised to 6 is equal to 6 raised to 2 raised to 3. ഇതല്ലേ ചോദ്യം? സർ ഇതെന്താ ചെയ്യേണ്ടത്? സർ എക്സ് ഏതാണ്? ഓ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ഇതിൽ എക്സിന്റെ വില എന്താണ്? ഇതാണ് നിങ്ങളോടുള്ള ചോദ്യം. ആ ചോദ്യം ഒന്ന് വായിച്ച ധ്യാന. ഹോൾ റേസ് ടു 6 ഈക്വൽസ് ഇതൊക്കെ പറയുന്നുണ്ട്. 6x whole raised to 6 equals 6 raised to 2 raised to 3. What is the value of x? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് ഈ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് ആൻസർ ചെയ്യണം. യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ അത് തെറ്റായാലും ശരിയായാലും നിങ്ങൾ
ചെയ്യേണ്ടതുണ്ട്. പോകാൻ നമുക്ക് 2-3 പ്രശ്നങ്ങളിലേക്ക്. അതിലൊരു പ്രശ്നം ഇതാണ്, സാറ്റ് പരീക്ഷയ്ക്കും മാറ്റ് പരീക്ഷയിലും ജനറൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ വരും. സാറ്റ് മാറ്റ് പേപ്പറിൽ ജനറൽ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ വരും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ചിലപ്പോൾ സാധ്യതയുള്ളത് 1 മുതൽ 100 വരെ എഴുതുമ്പോൾ when we write 1 to 100, how many times 0 is repeating, 1 is repeating, 2 is repeating എന്നതാണ്. അത് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അറിയില്ലെങ്കിൽ നോക്കിയാൽ മതി. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 0 11 തവണ, 1 21 തവണ, ബാക്കിയെല്ലാം 2 മുതൽ 9 വരെ എഴുതുന്നതെല്ലാം 20 തവണ എന്ന് ഓർത്ത് വെക്കുക. മറ്റൊരു ചോദ്യം പരീക്ഷയ്ക്ക് സാധ്യതയുള്ളത്, ഞാൻ പറഞ്ഞ ജനറൽ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, അത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. ഒന്ന്, ഏതെങ്കിലും ഒരു 2 അക്ക സംഖ്യ, ആ 2 അക്ക സംഖ്യയെ തിരിച്ചെഴുതിയിട്ട് 86 എഴുതിയിരിക്കുക. അത് തമ്മിൽ കൂട്ടിയാൽ 8 ഉം 6 ഉം 14, 8 6 14 1 15, 154. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, 2 അക്ക സംഖ്യ നിങ്ങൾക്ക് തരാതെ 154 മാത്രം തന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കും, ആ 2 അക്ക സംഖ്യ അവയുടെ അക്കങ്ങളുടെ തുക എത്ര? 14. ആ 14 ഈ ഉത്തരത്തിൽ നിങ്ങൾക്ക് കാണാം. അതായത് 1 അവിടെ, 4 ഇവിടെ. ഇത് രണ്ടും ചേർത്ത് വെച്ചാലും 14 ആകുന്നു. ഇനി 2 അക്ക സംഖ്യയായിട്ട് ബന്ധപ്പെട്ട വേറെ ചോദ്യം വരാൻ സാധ്യത, ഒരു 2 അക്ക സംഖ്യയെ നമ്മൾ തിരിച്ചും എഴുതുന്നു, എന്നിട്ട് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചപ്പോൾ ഇത് തരൂല കേട്ടോ. പരീക്ഷയ്ക്ക് 2 അക്ക സംഖ്യ തരൂല. എന്നിട്ട് ആൻസർ ഇതാ 54 കിട്ടുന്നു എങ്കിൽ ആ 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ വ്യത്യാസം എത്ര എന്ന് പറയാൻ 7-1 വർഷം 71 തരാതെ 7-1 വർഷാക്കുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉടനെ ഈ 54-നെ 9 കൊണ്ട് ഹരിച്ചാൽ മതി. 54-നെ 9 കൊണ്ട് ഹരിച്ചാൽ എനിക്ക് കിട്ടുന്നത് 6 ആണ്. അപ്പൊ നിങ്ങളെ 2 അക്ക സംഖ്യയുടെ വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ അതും 6 ആകുന്നു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മറ്റു സാധ്യത ചോദ്യം 9-മായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾക്ക് സാധ്യതയും. അതിലൊരു ചോദ്യമാണ്, 9 അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും ആ 2 അക്ക സംഖ്യ, 2 അക്ക സംഖ്യയാണ് 2 അക്ക സംഖ്യ ചോദ്യത്തിൽ 9 അവസാനിക്കുന്ന ഏതൊരു 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലവും പ്രൊഡക്റ്റും ആ 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും കൂട്ടിയാൽ ആദ്യത്തെ 2 സംഖ്യയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുന്നു. അപ്പോൾ 9 അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും അക്കങ്ങളുടെ തുകയും അക്കങ്ങളുടെ ഗുണനഫലവും നമ്മൾ വീണ്ടും കൂട്ടിയാൽ ആ 2 അക്ക സംഖ്യയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. എങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം, ആ 2 അക്ക സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? അതെപ്പോഴും 9 ആയിരിക്കും. അത് 9-ൽ അവസാനിക്കുന്നതിന്റെ പ്രത്യേകതയാണ്. 9-ൽ അവസാനിക്കുന്ന വേറെ ചില പ്രത്യേകതകൾ വരാറുണ്ട്. നിങ്ങൾ ഏതൊരു സംഖ്യ എഴുതി നോക്കും, 1 2 4 5 1245. ഇതിപ്പോ 9-ന്റെ മൾട്ടിപ്ലൈ അല്ല. 4 5 4 9 1 10 12 കിട്ടുന്നു. പക്ഷേ ഇവയുടെ അക്കങ്ങളുടെ തുക കൂട്ടി നോക്കൂ നിങ്ങൾ. 5 4 9 10 12. ആ തുകയിൽ നിന്ന് 1245-ൽ നിന്ന് അക്കങ്ങളുടെ തുക ഇങ്ങോട്ട് കുറച്ചോളൂ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് 1233 കിട്ടും. അങ്ങനെ കിട്ടുന്ന സംഖ്യ എപ്പോഴും 9-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി വീണ്ടും വരുന്നു 9-ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. 288 എന്ന സംഖ്യ ഒരു ബഹുമതി കിട്ടിയ സംഖ്യയാണ്. എന്താണ് ആ ബഹുമതി? 9-ന്റെ മൾട്ടിപ്പിൾ നിങ്ങൾ ഏത് പരിശോധിച്ചാലും 9 9 2 × 9 18, 3 × 9 27, എല്ലാം അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഒരു ഓഡ് നമ്പർ കാണും. അങ്ങനെ 30 × 9 ചെയ്താൽ വരെ നിങ്ങൾക്ക് നോക്കിക്കോളൂ, 3 27 270 കിട്ടുന്നു ഒരു ഓഡ് നമ്പർ. ഇനി 31 × 9 ചെയ്താൽ 279, അവിടെ 2 ഓഡ് നമ്പർ കിട്ടുന്നു. പക്ഷേ അവസാനം നിങ്ങൾ 32 × 9 ചെയ്താൽ 288 കിട്ടുമ്പോൾ ആ 288-ൽ എല്ലാം ഈവൻ ഡിജിറ്റ്സ് ആണ്. 2 8 8. ചോദ്യം വരും,
288 അല്ലെങ്കിൽ ഇങ്ങനെ വരും. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഈ 9ന്റെ മൾട്ടിപ്പിളിൽ എല്ലാം ഈവൻ ഡിജിറ്റ്സ് വരുന്നത്, അല്ലെങ്കിൽ ഒരൊറ്റ അക്കത്തിൽ വരാത്തത് ഏത് സംഖ്യയാണ് എന്ന് ചോദിച്ചിട്ട് ആ ഓപ്ഷൻ തരാം. അപ്പൊ നിങ്ങൾ 288 പിടിക്കണം. ഇനി മുമ്പ് 2015 ഒരു ചോദ്യം വന്നിരുന്നു. ആ ചോദ്യം 2015 ചോദ്യമാണ്. ആ ചോദ്യം അത് 9 ബന്ധപ്പെട്ടതാണ്. 10 എന്ന സംഖ്യ പലതവണ വിളിച്ചപ്പോൾ കിട്ടിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചപ്പോൾ അതിന്റെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ 99 കിട്ടി. A few tens were multiplied and subtracted one from the product. The sum of digits of the resulting number is 99. Sum of the resulting number is 99, അല്ലെങ്കിൽ 72, അല്ലെങ്കിൽ 63 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ 9 കൊണ്ട് ആ സംഖ്യയെ ഹരിച്ചു കഴിഞ്ഞാൽ മതി. അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത്രയും 10കളെ കുറിച്ചിട്ടുണ്ടാവുക. 2015 USSന്റെ ചോദ്യമാണ്. ഇനി നിങ്ങളോട് USS ആയിട്ട് ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ വരാം. Which of the following is a perfect square? Which of the following is a perfect square? താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗ സംഖ്യകളേത്? അപ്പൊ പൂർണ്ണ സംഖ്യ പഠിക്കാത്ത കുട്ടികൾക്ക് അത് പഠിക്കാൻ ഏറ്റവും എളുപ്പമായ ഒരു മാർഗമാണ് 6100A എന്ന നമ്പർ. ഇതൊരു 5 ഡിജിറ്റ് നമ്പറാണ്. എക്ക് വില കൊടുത്താൽ നിങ്ങൾ വില കൊടുത്താൽ അതൊരു 5 ഡിജിറ്റ് നമ്പറാണ്. എക്ക് നിങ്ങൾ ഏത് വില കൊടുക്കും? അതിനാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്നത്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഓപ്ഷൻ കൊടുക്കുന്നു. ആ 9 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് പിടിപ്പിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം 0 അവസാനിച്ചു എന്ന് വിചാരിക്കുക. അക്ഷരത്തിലേക്ക് 3 0 വരുമ്പോ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. ഈ ഒറ്റ ചോദ്യം മതി. ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് കണ്ടുപിടിക്കാം. സമയം കഴിഞ്ഞ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ്. മൈക്ക് ഓൺ ചെയ്തിട്ട് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുകയാണ്. എല്ലാവർക്കും എന്റെ മനസ്സിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.